ഹായ് ഗായ്സ്, ലെജൻഡ് ഫുട്ബോളിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സ്റ്റീവൻ ജെറാർഡ് പുള്ളിയുടെയും ലിവർപൂളിൻ്റെയും ഡോക്യുമെൻ്ററി ആയിട്ടുള്ള മേക്ക് അസ് ഡ്രീം. സോ സ്റ്റീവൻ ജെറാർഡ് എന്നുള്ള പ്ലെയറെ പറ്റി നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പ്ലെയർ ആയിരുന്നു. ആസ് എ ലിവർപൂൾ ഫാന് ആയിട്ടൊന്നുമല്ല ഞാൻ ചെൽസി ആരാധകനാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മിഡ്ഫീൽഡറായിരുന്നു. ആൻഡ് ഹീ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, എസ്പെഷ്യലി ഇൻ മിഡ്ഫീൽഡ് പ്ലെയേഴ്സിൽ. ആൻഡ് അടിപൊളി പ്ലെയർ ആയിരുന്നു. പുള്ളീനെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി തന്നെ കൂടുതലും പുള്ളിയുടെ ലോങ് റേഞ്ചേഴ്സാണ്. അതായത് ആബ്സല്യൂട്ട് സ്ക്രീമേഴ്സ് ഉണ്ട് സ്റ്റീവൻ ജെറാർഡിൻ്റെ കുറേ. ആൻഡ് അതൊക്കെയാണ് എനിക്ക് എപ്പോഴും ഭയങ്കര, അതാണ് എന്നെ പുള്ളിയിലേക്ക് കൂടുതലായിട്ട് എന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന്. സോ നമുക്ക് ഡോക്യുമെൻ്ററിയിലേക്ക് പോകാം. സോ ഡോക്യുമെൻ്ററി ആദ്യത്തെ ഒരു 15 to 20 minutes കുറച്ച് സ്ലോ ആണ്. ആൻഡ് സ്ലോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റീവൻ ജെറാർഡ് ഒരു ലിവർപൂൾ ബോയ് ആണ്. ആൻഡ് ലിവർപൂളിൽ അവിടെ ജനിച്ച് അവിടുത്തെ യൂത്ത് അക്കാഡമിയിൽ കൂടെ വളർന്ന് ആൻഡ് ലിവർപൂളിൽ തന്നെയാണ് പുള്ളി നല്ലൊരു എമൗണ്ട് ഓഫ് ഹിസ് കരിയർ സ്പെൻഡ് ചെയ്തത്. ആൻഡ് ആ ഒരു തുടക്ക സമയം 15 to 20 minutes ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് എസ്പെഷ്യലി സ്റ്റീവൻ ജെറാർഡിൻ്റെ ചെറുപ്പകാലവും അച്ഛന് സംസാരിക്കുന്നതും സ്റ്റീവൻ ജെറാർഡിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ലിവർപൂളിലെ ഹിസ്റ്ററിയൊക്കെ കാണിക്കേണ്ടത്, എന്തായിരുന്നു ലിവർപൂൾ ക്ലബ്ബ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. സോ അതാണ് ആ ഒരു 20 minutes ഏകദേശം ഉള്ളത്. അതിനുശേഷം പിന്നെ ഒരു ടേക്ക് ഓഫ് ആണ് അവിടെ. പിന്നെ നമ്മളെ നല്ലോണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിർത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനാരിയോസ് ഒക്കെയാണ് നടന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു അനുഭവം പങ്കുവെക്കണം അങ്ങനെയാണ്. കാരണം സ്റ്റീവൻ ജെറാർഡ് പിന്നെ ക്യാപ്റ്റനായി. ദെൻ ലിവർപൂള് എപ്പോഴും ഇംഗ്ലീഷ് പ്ലേയേഴ്സ്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള പ്ലേയേഴ്സിനെല്ലാം അവർക്ക് ചാമ്പ്യൻഷിപ്പ് അടിക്കണം, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കണം. അത് അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിമാണ്. കാരണം ആ ഒരു ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർക്ക് അത് ഒരു പ്രത്യേകതരം ഇതാണ് ആക്ച്വലി. ആൻഡ് ഇവിടുത്തെ ക്ലബ്ബുകളോട് അവർ കാണിക്കുന്ന അഫെക്ഷൻ ഈസ് അൺബിലീവബിൾ. ലോകത്തിലുള്ള പല പല സ്ഥലങ്ങളിലുള്ള ആരാധകരും അതേ അഫെക്ഷൻ തന്നെ കാണിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതൊരു ഒരു പ്രത്യേകതരം അഡിക്ഷനാണ് എനിക്ക് പറയാം. ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരെയും കാണുന്നതുകൊണ്ട് ഞാൻ പറയാം. ആൻഡ് ഇതോടുകൂടി പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം കാണിച്ചുകൊണ്ട് ഡോക്യുമെൻ്ററിയിൽ പിന്നെ പല ആൾക്കാരും ക്ലബ്ബ് വിട്ട് പോകുന്നു. ആൻഡ് അതിനുശേഷം പിന്നെ ചെൽസീനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇതിനകത്ത്. കാരണം ലിവർപൂളിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ചെൽസിക്ക് നല്ലൊരു ഭാഗമുണ്ട് ലിവർപൂളിൻ്റെ പല കാര്യങ്ങളുമായിട്ടും. ആൻഡ് റോമൻ അബ്രാമിച്ചിൻ്റെ ഇറ വന്നതും ഫുട്ബോളിൽ ഉണ്ടാക്കിയ ചേഞ്ചും, അതുപോലെ തന്നെ ലിവർപൂളിന് ഓണർഷിപ്പ് പുതിയത് വന്നതും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ആ ഒരു ക്ലബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീവൻ ജെറാർഡ് വേണ്ടിയിട്ട് ചെൽസി ഓഫർ സബ്മിറ്റ് ചെയ്തു, എസ്പെഷ്യലി മൊറീനിയോയുടെ കാലത്ത്. മൊറീനിയോ ഇതുപോലെ വന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് ഇസ്താൻബുളിലുള്ള. ആൻഡ് അൺബിലീവബിൾ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഡോക്യുമെൻ്ററീസ് കാണുമ്പോൾ അതിനകത്ത് പല വീഡിയോസിൻ്റെ ഹൈലൈറ്റ്സും പല സാഹചര്യങ്ങളൊക്കെ നമ്മൾ മുൻകാലത്ത് സംസാരിച്ചിട്ടുള്ളത് നമ്മൾ പലരുമായിട്ടും നമ്മുടെ പഴയ ഫ്രണ്ട്സുമായിട്ടും ചിലപ്പോൾ നമ്മൾ അവരെയൊക്കെ മറന്നവരെയൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. അങ്ങനത്തെ സിനാരിയോസ് കൂടെ നമുക്ക് കടന്നു. ഈ ഡോക്യുമെൻ്ററീസ് കാണുമ്പോൾ എനിക്ക് അതൊക്കെയാണ് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷം. ആൻഡ് പുള്ളി ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ, കാരണം 3-0 ഡൗൺ ആയി നിന്നിട്ട് ഹാഫ് ടൈമിൽ, അതും അതേപോലത്തെ ഒരു ലെജൻഡറി AC മിലാൻ ടീമിനോട്, അതിനുള്ള പ്ലേയേഴ്സൊക്കെ വെറുതെ ആബ്സല്യൂട്ട് ലെജൻസ് ആണ് എല്ലാം. ആ ടീമിനോട് സെക്കൻഡ് ഹാഫിൽ കം ബാക്ക്. ആൻഡ് സ്റ്റീവൻ ജെറാർഡ് എന്നുള്ളൊരു പ്ലെയറിന് അതിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അൺബിലീവബിൾ. അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ പലരും അതിൻ്റെ ആ ഒരു സിനാരിയോസ് പറയുന്നുണ്ട്. ജെയ്മി കാരിഗറൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നതിന് ശേഷം ആ കപ്പ് വിൻ ചെയ്തതിന് ശേഷം, ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിന് ശേഷം പിന്നെ സ്റ്റീവൻ ജെറാർഡ് ക്ലബ്ബ് വിട്ട് പോകണം. അതായത് റാഫ ബെനിറ്റേഴ്സായിട്ട് അത്ര നല്ല ടേംസ് അല്ലായിരുന്നു പുള്ളി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വിടണമെന്ന് പറഞ്ഞു. ആൻഡ് ഫാൻസ് കുറേ അന്നേരം ടേൺ ചെയ്തു. പക്ഷെ അതിനുശേഷം അച്ഛനോട് സംസാരിച്ചിട്ട് പുള്ളി വീണ്ടും ലിവർപൂളിൽ തന്നെ തുടരുന്നു. ആൻഡ് അതിനുശേഷം ടോറസ് ലിവർപൂൾ വന്നതിനെ പറ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് അതിൽ അവർ പറഞ്ഞു അതിന് വീണ്ടും ടോറസ് പോയി. അങ്ങനത്തെ ആ സീനാരിയോസ് ഇതെല്ലാം കാണിക്കും. അതും ചെൽസിയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. സുവാരസ് വന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ജെറാർഡിൻ്റെ ആ ഫേമസ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചോളം വളരെയധികം വേദനാജനകമായിട്ടൊരു സിനാരിയോ ആണ്. പക്ഷേ ആ ഒരു സിനാരിയോയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ്, അവർ അത്രയും പ്രതീക്ഷ നൽകിയതാണ് ആ സീസണിൽ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ അത്
അവർക്ക് മിസ്സായി. എസ്പെഷ്യലി ആ ഒരു ജെറാർഡിൻ്റെ സ്ലിപ്പാണ് കൂടുതലും പറയുന്നത്. പക്ഷേ ഇനി മുന്നേ ഉള്ള കളികളിലും അവർ എന്താ തോറ്റിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നു നിന്നപ്പോൾ ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ ജെറാർഡ്. അവരുടെ എക്കാലത്തെയും ലോയലായിട്ടുള്ള പ്ലെയർ എന്ന് പറയാൻ പറ്റിയ ജെറാർഡ്, ആൻഡ് ഹി ഹാസ് ബീൻ അൺബിലീവബിൾ ഫോർ ലിവർപൂൾ. പിന്നെ അതിന് ശേഷമായിട്ട് അവസാന ഭാഗങ്ങളിലൊക്കെ കാണിക്കുന്നത് പുള്ളി എന്തുകൊണ്ട് കോച്ചായി എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അടിപൊളി ഡോക്യുമെൻ്ററി, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഈവൻ നിങ്ങൾ ലിവർപൂൾ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണമെങ്കിൽ ഡു നോട്ട് മിസ് ഇറ്റ്. ഇറ്റ് വിൽ ബി വർത്ത് ടു വാച്ച് ദാറ്റ്. ആൻഡ് ന്യൂട്രൽ ഫാൻസ് ആണെങ്കിലും കാണുക, കാരണം നിങ്ങൾക്ക് കുറേ മെമ്മറീസ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മൂവിങ് ഫ്രം ഡിലൻ ഫുട്ബോൾ.